ദിവസമല്ലായിരിക്കാൻ ഈ നല്ല രാത്രികാലവും സർവ്വശക്തനായ ദൈവവും നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല മുഖാന്തരങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തും. നമ്മൾ ദിവസത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 5ാമത് സെക്ഷനിൽ ഈ രാത്രി ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ഓരോ സെക്ഷനിലും കർത്താവ് തൻ്റെ വിലയിരുത്തന്മാരെ നമ്മുടെ മധ്യ അയച്ച് പരിശുദ്ധ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമൊരു ദൈവശബ്ദങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃവാരപടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദേവദാസമാ ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവജനത്തിനും കർത്താവായ യേശു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലത്തെ രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദിവസം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൻ്റെ വിലദാസ പാസ്റ്റർ ബെന്നി അടൂർ അവരുടെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നൊക്കെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയുടെ ദിവസമല്ലായിരിക്കാം കർത്താവിൻ്റെ വിലയിരുത്തനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ അഭിഷിക്തന്മാർ, ദൈവസഭ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. രാവിലെ നാം വായിച്ച വേദഭാഗത്തു നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണല്ലോ നാം വായിച്ചത്. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിക്കാം. പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ, വൈകല്യമുള്ളവൻ യാഗപീഠത്തിലേക്ക് വരരുത്, അത് അഹ്റോൻ്റെ സന്തതിയാണെങ്കിൽ കൂടി വരരുതെന്നുള്ളത് ദൈവത്തിൻ്റെ നിയമമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാനുഷിക കണ്ണുകൾക്ക് മങ്ങലേറ്റവനോ കാലുകൾക്ക് വൈകല്യമുള്ളവനോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വൈകല്യങ്ങളുള്ളവർക്ക് ആലയത്തിൽ കടന്നു വരരുതെന്ന് പറയാൻ അങ്ങനെയൊരു നിയമം നമുക്കില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കുരുടൻ ഉണ്ടോ എന്ന് ദൈവവചന പ്രകാരം നാം ഇന്ന് പകൽ ചില കാര്യങ്ങൾ ചിന്തിച്ചു. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ഒന്നുകൂടി വായിക്കാം. നാം രാവിലെ അതിനെ ഒന്ന് തുടങ്ങി വയ്ക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രിയിലും സമയപരിമിതി നമ്മുടെ മുൻപിലുണ്ടല്ലോ. ലഭ്യമായ സമയത്തിനുള്ളിൽ കർത്താവ് നൽകുന്ന ആലോചന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവിടെ വായിക്കുന്നു, അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിഷ്ഫലന്മാരും ഉത്സാഹമില്ലാത്തവരും ആയിരിക്കുകയില്ല. അവ ഇല്ലാത്തവനോ കുരുടനത്രയെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം രാവിലെ ചിന്തിച്ചത് ബാഹ്യമായ നയനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നഗ്നനേത്രങ്ങൾക്ക് കാഴ്ച മങ്ങിയ ഒരുവൻ ആലയത്തിൽ വരണ്ട എന്ന് പഴയ നിയമം അനുശാസിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കുരുടനുണ്ടോ എന്ന് ചില കാര്യങ്ങൾ നാം ചിന്തിപ്പാനിടയായി തീർന്നു. പുതിയ നിയമത്തിലെ കുരുടൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമതായിട്ട് കുരുടനെ കുറിച്ച് പറയുമ്പോൾ കാഴ്ചപ്പാട് മങ്ങിയവനാകും പുതിയ നിയമത്തിലെ കുരുടൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ കാഴ്ചപ്പാടിന് മങ്ങലേറ്റവന് ആലയത്തിൽ അനുഗ്രഹമല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ പറയുന്നു, കുരുടനാകാതിരിക്കണമെങ്കിൽ ഒന്നാമത് അവന് വിശ്വാസം വേണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കാര്യമാണ് നാം ചിന്തിച്ചത്. നാം തിരുവചനത്തിൽ കാണുന്നു, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. തീത്തോസിൻ്റെ ലേഖനത്തിൽ 2 പ്രാവശ്യം എടുത്തു പറയുന്നു, നിങ്ങൾക്ക് ആരോഗ്യമുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ആ ഭാഗം മാത്രമേ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞുള്ളൂ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് അവിടെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് വേണം? വീര്യം വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കേവലമായൊരു വിശ്വാസം മാത്രം പോരാ. പിന്നെ വിശ്വാസത്തിന് വീര്യമുണ്ടായിരിക്കണം.
സഭാചരിത്രം പഠിക്കുമ്പോൾ ആദിമസഭ കൊടിയ പീഡകളിലൂടെ കടന്നുപോയി. റോമ ഗവൺമെന്റിന്റെ കിരാതമായ ഭരണം ക്രിസ്തീയ മാർഗത്തെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുവാനായി അക്ഷീണ പ്രയത്നം ചെയ്ത രാജാക്കന്മാർ എന്തു വില കൊടുത്തും ദൈവസഭയെ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് കഠിനമായി യത്നിച്ച ഒരു കൂട്ടം ജനം. എന്നാൽ ആദിമസഭ അതിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്നത് അവരുടെ വിശ്വാസത്തിന് വീര്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ കൊടിയ പീഡകളിലൂടെ അവർ കടന്നുപോയപ്പോഴും അവർ പിടിച്ചു നിന്നത് അവരുടെ വിശ്വാസത്തിന് വീര്യമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ ചരിത്രങ്ങൾ സഭാചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. റോമിലെ തെരുവിൽ ഒരു ചെറ്റക്കുടിലിനകത്ത് പാർത്ത മേഴ്സിയ എന്ന് പറയുന്ന അതീവ സുന്ദരിയായ ഒരു സഹോദരി, അവളും തന്റെ പിതാവുമായിട്ട് ആ തെരുവിലെ ഒരു കുടിലിൽ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന കാലം. കർത്താവിനെ കുറിച്ച് അവൾ കേട്ടപ്പോൾ അവളുടെ ജീവിതം പൂർണ്ണമായി യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ അവൾക്കിടയായി തീർന്നു. എന്നാൽ ഇവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ റോമൻ സൈന്യാധിപൻ പല പ്രാവശ്യം മേഴ്സിയായോട് ഒന്നിച്ചൊരു ജീവിതം പങ്കുവയ്ക്കുവാനായി ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവളെ ക്ഷണിച്ചു. അവൾ പറഞ്ഞു, ഞാൻ കണ്ടെത്തിയ 10,000-ങ്ങളിൽ അതിസുന്ദരനായ യേശുവിനെ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രലോഭനങ്ങൾ പല ആവർത്തി അവളുടെ നേരെ ഉണ്ടായപ്പോഴും അവൾ പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ അവൾക്കിടയായി. സ്തോത്രം. അവസാനം ഇദ്ദേഹം അവളോട് പറഞ്ഞു, മനോഹരമായൊരു ജീവിതം നിനക്ക് ലഭിക്കും, എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് ലഭിക്കും, എൻ്റെ ജീവിത പങ്കാളിയാകുവാൻ നിനക്ക് അവസാനം ഒരു ചാൻസും കൂടി തരികയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞില്ല, എൻ്റെ യേശുവിനെ വിട്ടുള്ള ഒരു സൗഭാഗ്യവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇവളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കഠിനമായി തീർന്നപ്പോൾ, പിന്മാറില്ല എന്ന് കണ്ടപ്പോൾ റോമൻ ഗവൺമെന്റ് ഇവളെയും ഇവളുടെ പിതാവിനെയും കൂടെ ഒന്നിച്ച് കൊലക്കളത്തിൽ കൊണ്ടുവന്നു. വിസ്താരത്തിന് ശേഷം ഇവളുടെ പിതാവിനെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട സിംഹത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. മറ്റാരും സഹായമില്ലാത്ത ഈ പെൺകുട്ടി തൻ്റെ പിതാവിനെ പട്ടിണി കിടന്ന സിംഹം തൻ്റെ ആഹാരമാക്കി മാറ്റുന്നത് തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. പക്ഷേ അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. തൻ്റെ പിതാവിൻ്റെ ദാരുണമായ അന്ത്യത്തിന് ശേഷവും ഈ റോമൻ സൈന്യാധിപൻ മേഴ്സിയായോട് പറഞ്ഞു, ഒരു ചാൻസും കൂടി നിനക്ക് തരികയാ. നിന്റെ പിതാവിന് സംഭവിച്ചതുപോലുള്ള ഒരു ദാരുണ അന്ത്യം നിനക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ തീരുമാനം മാറ്റിയാൽ നിനക്കൊരു നല്ല ജീവിതം ഇവിടെ ഉണ്ട്. അവൾ പറഞ്ഞില്ല, ഞാൻ തീരുമാനമെടുത്തത് പൂർണ്ണ നിശ്ചയത്തിലാണ്. എൻ്റെ യേശുവിനെ വിട്ടൊരു സൗഭാഗ്യം എനിക്ക് വേണ്ട. ഇത്രയും കഠിനമായ ശോധനയുടെ നടുവിലും ചാഞ്ചല്യമില്ലാതെ ഇവൾ നിൽക്കുന്നത് കണ്ടിട്ട് റോമൻ പടയാളികളുടെ ഹൃദയത്തിൽ വലിയ രൂപാന്തരമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം തന്റെ സൈന്യത്തിന്റെ വേഷം അഴിച്ചു വെച്ചു, തന്റെ യൂണിഫോം മാറ്റിവെച്ചിട്ട് സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുവാനായി നിർത്തിയിരിക്കുന്ന മേഴ്സിയായുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പിതാവിന്റെ ദാരുണ അന്ത്യം കണ്ടിട്ടും അടുത്ത ഇരയാണ് നീ എന്നറിഞ്ഞിട്ടും തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്ന നിന്റെ വിശ്വാസത്തിനകത്ത് എന്തോ ആഴമുണ്ടെന്ന് എന്നെ ഗ്രഹിപ്പിക്കുന്നു. ആ കൊലക്കളത്തിൽ വെച്ച് ഈ റോമൻ സൈന്യാധിപൻ മേഴ്സിയായിക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു,
ഇന്നു മുതൽ നിന്റെ യേശുവിനെ എനിക്കും വേണം. എന്നാൽ ശ്രദ്ധിക്കണം, അടുത്ത നിമിഷം റോമൻ ഗവൺമെന്റ് മേഴ്സിയായ ഈ സഹോദരനെയും ചേർത്ത് സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഒരു പരാജയമാണെന്നോ ദുഃഖപര്യവസായിയാണെന്നോ ലോകം പറയുമ്പോൾ അവൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, മരണത്തിന്റെ താഴ്വരയിലും ഒരുവനെ ക്രിസ്തുവിന് വേണ്ടി നേടിയ വീര്യമുള്ള വിശ്വാസം അവളിൽ വെളിപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല നമ്മുടെ വിഷയം, ആമേൻ, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാ. ക്രിസ്തുവിന് വേണ്ടി, അറിഞ്ഞ സത്യത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് ദൈവം അവരുടെ ഉള്ളിൽ കൊടുത്ത വിശ്വാസത്തിനൊത്തവണ്ണം വീര്യം കാണിക്കുവാനായിട്ട് ഈ സഹോദരിയെ ദൈവം ഉപയോഗിച്ചു. ചരിത്രം പഠിച്ചു നോക്കിയാൽ, ആദിമസഭയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അനേക ഭക്തന്മാർ വിശ്വാസത്തിന്റെ വീര്യം വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. 86 വയസ്സുള്ള പോളിക്കാർപ്പിനെ കൊലക്കളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിസ്താരം കഴിഞ്ഞിട്ട് യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞപ്പോൾ ആമേൻ, അവൻ തിരിച്ചിങ്ങനെ പ്രതികരിച്ചു, കഴിഞ്ഞ 86 വർഷം എനിക്കൊരു ദോഷവും ചെയ്യാത്ത എൻ്റെ പ്രാണപ്രിയരെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? രക്തത്താൽ ജയം. ഇന്ന് രാത്രി പീഡകൾ കുറയുമെന്നാരും വിചാരിക്കരുത്. ആമേൻ. നമുക്ക് നേരെയും ഇന്ന് വെല്ലുവിളികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. പറയുന്നതൊക്കെ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ ഇവിടം വിട്ടുപോകണമെന്ന് ഭീഷണി മുഴക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ, ദൈവസഭ ആത്മാവിൽ വിളിച്ചു പറഞ്ഞോണം, ജീവനെങ്കിൽ ജീവൻ കൊടുത്ത് നീ പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന്റെ വീര്യം വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണെന്ന് ദൈവജനം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പെടുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണുവാനുള്ള ആഴമേറിയ കാഴ്ചപ്പാട് ദൈവജനത്തിന്റെ അകത്തിരിക്കണം. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ താൻ പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി ജീവിതത്തിൽ ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് എണ്ണുവാൻ ഭക്തന് ദൈവം കൃപ കൊടുത്തെങ്കിൽ ആമേൻ, ധനികനായിരുന്ന മനുഷ്യൻ സകലതും ചവറെന്നെണ്ണി ക്രൂശിന്റെ നിന്ദ വലിയ ധനമായിട്ട് എണ്ണിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈതലെ ലോകം നിനക്ക് യോഗ്യമല്ലാതിരിക്കുമ്പോൾ നീ ആത്മാവിൽ വിളിച്ചു പറ, വിശ്വാസത്തിന്റെ വീര്യം വെളിപ്പെടുത്തുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന് വീര്യമില്ലെങ്കിൽ ദൈവവചനം പറയുന്നു നാം ആരാ? കുരുടരാണ്. കുരുടൻ ആലയത്തിൽ വരണ്ട എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് ആശ്വസിക്കാനുള്ളവരല്ല നാം. വിശ്വാസിയായി തീർന്നു എന്ന് പറഞ്ഞ് സമാധാനിക്കാനുള്ളവരല്ല നാം. ജീവനെങ്കിൽ ജീവൻ കൊടുക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, കർത്താവിന്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി മാറി. അതൊരു പരാജയമാണെന്ന് ആരും കരുതരുത്. ദൈവത്തിന് സ്തോത്രം. തലകീഴായി ക്രൂശിക്കുവാനായി പത്രോസ് തന്റെ ക്രൂശിക്കാൻ വന്നവരോട് പറയുമ്പോൾ അവൻ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ അരുമനാഥന്റെ പാദം ചുംബിച്ചെനിക്ക് മരിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഭക്തന്മാരും എല്ലാ അപ്പോസ്തലന്മാരും അയക്കപ്പെട്ട രാജ്യങ്ങളിൽ രക്തസാക്ഷികളായി ഇല്ലാതെയായപ്പോൾ ദൈവത്തിന്റെ വൈതലേ, ഇന്ന് രാത്രി അവർ ഒഴുക്കിയ രക്തത്തിന്റെ വിലയാ നാം ഇന്ന് പകൽ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ വിത്താ ഇവിടെ ഇരിക്കുന്നവർ, കാൽവറിയിൽ ചിന്തിയ പുണ്യാക രക്തത്തിന്റെ വിലയാ ഇവിടെ ഇരിക്കുന്നവർ. അത് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ വിളിച്ചു പറ, ഭയപ്പെട്ടൊരു ജീവിതത്തിനല്ല നിന്നെ വിളിച്ചത്, അകത്തോട്ട് ഉൾവലിയാനല്ല വിളിച്ചത്, ആത്മാവിൽ വീര്യം വെളിപ്പെടുത്താനാ ദൈവം നമ്മെ വിളിച്ചത്. പോരാട്ടത്തിന്റെ വെല്ലുവിളിയുടെ നാളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ നെഞ്ചും നെറ്റിയും കൊടുത്ത് ധീരരായി നിൽക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ വീര്യം വെളിപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. മറ്റൊരു സഹോദരിയെക്കുറിച്ച് ഞാനൊരു ബുക്കിൽ വായിക്കുവാൻ ഇടയായി തീർന്നത്, ഭർത്താവും കുടുംബമായി ദൈവകൃപയിലേക്ക് വന്നു. അവർ തൻ്റെ ഭർത്താവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 7 ആൺമക്കളുള്ള ഒരു സഹോദരി. ഒരിക്കൽ റോമൻ ഗവൺമെന്റ് 7 ആൺമക്കളെയും കൂടി ഇവളെയും കൂടെ കൊലക്കളത്തിൽ കൊണ്ടുവന്ന് നിർത്തി. ചരിത്രരേഖകൾ പറയുന്നത് വളരെ നീണ്ട പുഷ്ടിയുള്ള മുടിക്കുടമയായിരുന്നു ഇവളെന്ന. ഈ സഹോദരിയെ സ്വന്തം മുടിയിൽ
വൃക്ഷത്തിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂക്കി. മൂത്ത മകനെ കൊലക്കളത്തിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് റോമൻ ഗവൺമെൻറ് ചോദിച്ചു, യേശുവിനെ തള്ളി പറയാമെങ്കിൽ മനോഹരമായൊരു ഭാവി ജീവിതം നിൻ്റെ മുമ്പിലുണ്ട്. അവൻ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ കിടന്നാടുന്ന അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ 9 മാസം ചുമന്നുകൊണ്ട് നടന്ന് വേദനയോട് നൊന്തു പ്രസവിച്ച മാതൃഹൃദയം ആ മോനോട് പറഞ്ഞ വാക്ക്, മക്കളെ, ലോകം തരുന്ന സൗഭാഗ്യം നൈമിഷികമാ. ലോകം തരുന്ന സുഖം വെള്ളത്തിൻ്റെ കുമിളയാ, അത് വേഗത്തിൽ മാഞ്ഞു പോകുന്നതാ. നിന്റെ അപ്പൻ യേശുവിന് വേണ്ടി ജീവിച്ച് നിത്യതയിൽ വിശ്രമിക്കാൻ പോയി. വേഗത്തിൽ നെഞ്ച് കാണിച്ചു കൊടുക്ക്. അപ്പൻ പോയ നിത്യതയിലേക്ക് പൊയ്ക്കോ, അമ്മ പുറകെ വരുന്നുണ്ട്. ഇതാ വിശ്വാസത്തിൻ്റെ വീര്യം. പ്രൈസ് ദി ലോർഡ്. ആ പെറ്റമ്മയുടെ കൺമുമ്പിൽ വെച്ച് കുന്തം ഈ സഹോദരൻ്റെ ചങ്കിലേക്ക് കുത്തിയിറക്കി മാറു പിളർത്തി അവനെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തി. ഓരോ ആൺമക്കളെയും നിരനിരയായി വിളിച്ചു നിർത്തി അവരോടെല്ലാം ഈ ചോദ്യം ചോദിച്ചപ്പോൾ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ സ്വന്തം മുടിയിൽ ആടി ഉലയുന്ന അമ്മ വിളിച്ചു പറഞ്ഞു, അപ്പനും ജ്യേഷ്ഠനും പോയ നിത്യതയിലേക്ക് പൊയ്ക്കോ, അമ്മ പുറകെ വരുന്നുണ്ട്. ദൈവമക്കളെ, ഇവിടെ ഇരുന്ന് കേൾക്കാൻ അല്പം സുഖമുണ്ടെങ്കിലും ആമേൻ, വേദനിച്ച് പ്രസവിച്ച ഒരമ്മയോട് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം കുഞ്ഞിൻ്റെ നേരെ, ചങ്കിന് നേരെ കുന്തം വരുമ്പോൾ ആമി പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി ലോകം നിനക്ക് യോഗ്യമല്ല. കർത്താവിനേക്കാൾ ഉപരി നിന്റെ തലമുറയെ സ്നേഹിക്കരുത്, ലോകത്തിൽ ഒന്നിനെയും സ്നേഹിക്കരുത്. യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞവർ ആമേൻ, എല്ലാ സ്നേഹത്തിനും ഒരു അതിര് വയ്ക്കണം, എല്ലാറ്റിനെയും മാറ്റി നിർത്തണം. ലോകത്തിൽ യേശുവിനോടുള്ള സ്നേഹം ആമേൻ പങ്കുവെക്കാനുള്ളതല്ല, അത് മക്കൾക്ക് പങ്കുവെക്കാനുള്ളതല്ല, ലോകത്തിന് പങ്കുവെക്കാനുള്ളതല്ല, അത് ഭർത്താവിന് പങ്കുവെക്കാനുള്ളതല്ല. അതാ നിർമ്മല സ്നേഹം. ഇന്ന് രാത്രി നീ വിളിച്ചു പറ, എന്റെ അവസാന ശ്വാസം വരെ, എന്റെ പ്രാണൻ ഇവിടുന്ന് വേർപെടുന്നത് വരെ കർത്താവിന്റെ വകയായി മാത്രം നിൽക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ. കേവലം ഒരു പാട്ടല്ല, കേവലം ഒരു ആരാധനയല്ല, കേവലം ഒരു തിരുമേശയല്ല, അതിലപ്പുറമായി കഷ്ടം സഹിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ, രക്തസാക്ഷിയാകേണ്ടി വന്നാലും പിന്മാറാതെ ജീവനെങ്കിൽ ജീവൻ കൊടുക്കുവാൻ വിളിക്കപ്പെട്ട ദൈവസഭ ആത്മാവിൽ വിളിച്ചു പറ, വിശ്വാസത്തിന്റെ വീര്യം വെളിപ്പെടുത്തുവാൻ. ഓ കാഴ്ചപ്പാട് പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, ആമേൻ, ജീവനെങ്കിൽ ജീവൻ കൊടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. 6 ആൺമക്കളുടെയും നെഞ്ചിൽ കുന്തം കുത്തിയിറക്കി മാറി പിളർത്തി ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തിയപ്പോൾ 7ാമത്തെ തലമുറയോട് വളരെ ക്രൂരമായി അവർ പെരുമാറി. തന്നോളം വലിപ്പമുള്ള ഒരു കുഴി കുഴിച്ചിട്ട് കൈകാലുകൾ ബന്ധിച്ച് ആ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ആ കുഴിക്കകത്ത് നിറയെ അറപ്പുപൊടി നിറച്ചിട്ട് ആ അറപ്പുപൊടിക്ക് തീ കൊടുത്തു. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി സ്വന്തം ശരീരം നീറി 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 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ തൻ്റെ അരുമസന്താനത്തോട് അമ്മ പറഞ്ഞു, മക്കളെ, ഇമ്പങ്ങളുടെ പർദീസ അത് ആത്മാവിൽ കാണും, വെളിപ്പെടാനുള്ള തേജസ് ഓർത്ത് നോക്ക്. ഹല്ലേലൂയ. 6 ആൺമക്കളുടെ ഡെഡ് ബോഡി ഒരു സൈഡിൽ കിടക്കുമ്പോൾ, സ്വന്തം ജീവൻ അപകടത്തിലായി വൃക്ഷത്തിൻ്റെ കൊമ്പിൽ ആടി ഉലയുമ്പോൾ ആമേ തൻ്റെ അരുമസന്താനം നീറി നീറി കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ആമേ ലോകത്ത് നിന്ന് പ്രാണനെ വിടുമ്പോൾ ഒരമ്മ പറയുന്നു, ആമേ വെളിപ്പെടാനുള്ള തേജസ് ഓർത്തു നോക്കാൻ. ഹല്ലേലൂയ. കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് ഇന്ന് രാത്രി നാം ശോധന ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അനേക ഭക്തന്മാർ വിശ്വാസത്തിൻ്റെ ആ ശ്രേഷ്ഠതയിൽ തങ്ങൾ പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസം അവർ കൈമുതലായി പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തിന് വീര്യം വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗവും വിടുകയാണ്. തുടർന്ന് അവിടെ പറയുന്നു, വീര്യത്തോടെ എന്തു വേണം? പരിജ്ഞാനം കൂട്ടണം. കുരുടനാകാതിരിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാകണം. നമുക്ക് ഈ വീര്യം കൂടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? പലപ്പോഴും
നമുക്ക് പരിജ്ഞാനം നഷ്ടപ്പെടുന്ന എപ്പോഴാ? വീര്യം കൂടുമ്പോഴാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവചനം പറയുന്നു, വീര്യത്തോട് നിങ്ങൾ എന്ത് കൂട്ടണം? പരിജ്ഞാനം കൂട്ടണം. ഞാൻ പറയാം ദൈവമക്കളെ, ജ്ഞാനം യൂണിവേഴ്സിറ്റി നൽകും, പരിജ്ഞാനം ഉയരത്തിൽ നിന്ന് വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ജ്ഞാനം നമുക്ക് നന്നായിട്ട് നൽകും, പക്ഷേ പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരണം. പരിജ്ഞാനം ദൈവത്തിൽ നിന്നുള്ളതാ. നല്ല PhD ഒക്കെ കഴിഞ്ഞ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പലർക്കും വേണ്ടത്ര പരിജ്ഞാനം ഇല്ല. എന്നാൽ നിലത്തെഴുത്തിന് പോലും ഇരിക്കാത്ത അമ്മച്ചയെ വിളിച്ചു നോക്ക്, അവരിലൊരു ആത്മാവിൻ്റെ പരിജ്ഞാനമുണ്ട്. ദൈവാത്മാവിൻ്റെ ഒരു പ്രത്യേക പരിജ്ഞാനം അവരിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ MA PhD ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്നാലും സഭായോഗത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു വല്ലാത്ത മൗനത ഉണ്ടാകുന്നു. എന്നാൽ കൂട്ടി വായിക്കാൻ അറിയത്തില്ലെങ്കിലും ചില അമ്മച്ചിമാർ കൺവെൻഷൻ പന്തലിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ദേശം നടുങ്ങും. പണ്ടൊന്നും വായിക്കുമൊന്നുമില്ലായിരുന്നു. പ്രൈസ്തലോ, 1 കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കാൻ ചില അമ്മച്ചിമാരുടെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അത് ഉയരത്തിൽ നിന്ന് പ്രാപിച്ച പരിജ്ഞാനത്തിൻ്റെ വെളിപ്പാടാണ്. പ്രൈസ്തലോ. ഈ പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പം ഇതൊന്നും എൻ്റെ വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഉത്തരവാദിത്തമുള്ള ഒരു ദൈവവൈതലിന് മാറി നിൽക്കാൻ കഴിയത്തില്ല. പ്രൈസ്തലോ. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ രാവിലെ അർപ്പിച്ച ഭാഗം കൂടിയാ, ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുകയും പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച പരിജ്ഞാനത്തിന് ഒരു വാസന വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നാം ഒരു പെർഫ്യൂം അടിച്ചാൽ പോകുന്നവർക്ക് മനസ്സിലാകും, നല്ല ഒരു മണം അവർക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും. എന്നാൽ അത് അടിച്ച പെർഫ്യൂമിന്റെ വാസനയാണ്. എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നു, യേശുക്രിസ്തുവിൽ കൂടിയുള്ള പരിജ്ഞാനം നിന്റെ ജീവിതത്തിൽ വന്നാൽ കാണുന്നവർക്ക് മനസ്സിലാകും അവൻ ക്രിസ്തുവിനെ വഹിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഭാഹോളിനകത്ത് കയറുമ്പോഴുള്ള ആത്മാവിന്റെ നിറവ് മാത്രമല്ല, ആരാധനയിൽ മാത്രം വെളിപ്പെടുന്ന അഭിഷേകമല്ല, അതിലപ്പുറമായി സകലത്തെ കവിയുന്ന ഒരു പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഈ രാത്രി വെളിപ്പെടുത്താനാ ദൈവം നമ്മെ വിളിച്ചത്. അത് ബുദ്ധി കൊണ്ടോ ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടോ ലഭ്യമാകുന്നതല്ല, അതിലുപരിയായി ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന പരിജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില മനുഷ്യരോട് നാം സംസാരിക്കുമ്പോൾ നമുക്ക് പോലും വിസ്മയം തോന്നുന്ന ഒരു പരിജ്ഞാനം, പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയുടെ ലെവൽ, ഇത് ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്നതാ. ഇത് ദൈവപാദപീഠത്തിൽ നിന്ന് പ്രാപിക്കുന്നതാ. അങ്ങനെയുള്ളവർക്ക് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പരാതി പറയാൻ കഴിയത്തില്ല. നമ്മൾ ബാലിശമായി ചിന്തിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ക്രിസ്തുവിൽ നിന്നുള്ള ഒരു പരിജ്ഞാനം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. ദൈവത്തിന് സ്തോത്രം. സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിപ്പാനും കരുതാനും കഴിയണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഭാവം നമ്മിൽ വെളിപ്പെടുവാൻ ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്, അതാ ക്രിസ്തുവിന്റെ ഭാവം, അതാ പരിജ്ഞാനത്തിന്റെ ലക്ഷണം. ഈ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടെന്നൊക്കെ പറയുമ്പോൾ അത് കത്തിരിച്ചെടുക്കുക അല്ല രോമം. നിങ്ങൾക്ക് ഈ TV യിലും മറ്റും നിങ്ങൾ കണ്ടു കാണും, ഈ കമ്പിളി വസ്ത്രങ്ങൾക്കായും മറ്റും ഇതിൻ്റെ രോമം കത്തിരിച്ചെടുക്കുക അല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഒരു മിഷൻ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ഒരു ലെയർ തോൽ ഉൾപ്പെടെ ഉരിച്ചെടുക്കുക. രക്തം വാർന്ന ഈ ആട് ജീവനും കൊണ്ട് ഓടിപ്പോകുന്നത്, അത് തൻ്റെ വിലപ്പെട്ടത്, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായത് ഉരിച്ചെടുത്തിട്ടും പരാതി പറയാതെ അത് ഓടി മറയുന്നത് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. തിരുവചനം പറയുന്നു, വിലയുള്ളതിനെ കൈവെക്കുമ്പോഴും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ
മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. പ്രതികരിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ സകലതും നമുക്ക് വേണ്ടി അവൻ സഹിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ഉറയിൽ നിന്ന് വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടുമ്പോൾ അടുത്ത നിമിഷം ആ ചേവകരും പട്ടാളവുമായി കർത്താവിൻ്റെ പിന്നാലെ വന്ന് കർത്താവിനെ കൈവെക്കാൻ പോകുക. നാമൊക്കെ ആയിരുന്നെങ്കിൽ പ്രതികരിച്ചേനെ. എന്നെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് അതിനെതിരെ നിന്ന് പ്രതികരിച്ചേനെ. കാതുപോയവനെ നോക്കി ഒരു പരിഹാസത്തോടെ പറഞ്ഞേനെ. പക്ഷെ കർത്താവ് പത്രോസിനോട് പറഞ്ഞ്, വാളെടുക്കുന്നവൻ വാളാൽ വീഴുമെന്ന് പറഞ്ഞ് വാൾ ഉറയിലിടാൻ പറഞ്ഞവനെ ശകാരിച്ചതിന് ശേഷം തന്നെ കൈയേൽക്കാൻ വാളും വടിയുമായി നിൽക്കുന്ന പുരുഷാരത്തെ നോക്കി അതിനു നേരെ പിറുപിറുക്കാതെ തനിക്കെതിരെ നിൽക്കുന്ന അവന്റെ കാത് അറ്റുപോയത് കണ്ടിട്ട് അവൻ അത് താഴെ എടുത്തിട്ട് തന്റെ കാതിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം വിലയുള്ളതിനെ ശത്രു തൊടുമ്പോഴും പരാതി പറയാതെ കാൽവരിയിൽ പ്രകടിപ്പിച്ച ആ സ്നേഹത്തിന്റെ ആഴം ഇന്ന് പകൽ വെളിപ്പെടുത്താനായിട്ടാ, നിന്നെ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനായിട്ടാ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ലാഘവത്തോടെ തിരുസന്നി വന്നിരുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് പോകാമെന്ന് ആരും വിചാരിക്കരുത്. നമ്മെ വിളിച്ച വിളി വിശുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ജീവിപ്പാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, ആമേൻ, വീര്യത്തോടെ എന്ത് കൂട്ടണം? പരിജ്ഞാനം കൂട്ടണം. ഞാൻ തൊട്ട് പറഞ്ഞു പോകുക, സമയം എൻ്റെ മുമ്പിൽ അധികമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കുരുടനാകാതിരിക്കാൻ മൂന്നാമത് പ്രധാനമായി കാണുന്നത് അവിടെ വീര്യത്തോടെ എന്ത് കൂട്ടണം? പരിജ്ഞാനം. അടുത്തത്, പരിജ്ഞാനത്തോട് ചേർന്ന് എന്ത് നിൽക്കണം? ഇന്ദ്രിയജയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് ജയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മമണ്ഡലത്തിൽ പുറകോട്ട് വലിക്കുവാനായി വിവിധ നിലകളിലുള്ള ഭോഗങ്ങളുടെ ഇച്ഛകൾ നമ്മെ ഭരിക്കാനായി കടന്നു വരുമ്പോൾ അതിനെ ജയിക്കുന്ന ദൈവശക്തി, ഇന്ദ്രിയങ്ങളിൽ പോരാടുന്ന സകല ദുഷ്ടന്റെ തന്ത്രങ്ങളില്ലെങ്കിൽ നമ്മൾ ആരായി മാറും? കുരുടരായിത്തീരും. കുരുടനെ ദൈവസഭയ്ക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓർക്കുക, ഇന്ദ്രിയ ജയം. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയാ ഇന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. പഞ്ചേന്ദ്രിയങ്ങളാ. ഇതിനെ മുഴുവൻ എന്ത് ചെയ്യണം? ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസിയാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചാൽ പോരാ. ഇന്ന് രാത്രി നിന്റെ കൺമോഹത്തോട് വിട പറയണം. പ്രൈസ് ദി ലോർഡ്. അതും ഇതും കണ്ട് രസിക്കാനുള്ളവരല്ല നാം. അതിനും ഇതിനും ആമീൻ പറയാനുള്ളവരല്ല. ആരെങ്കിലും എഴുതി വെച്ച കിഴവിക്കഥകൾക്ക് പിറകെ പോയി സമയം കളയാനുള്ളവരല്ല നാം. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടം പോലെ കണ്ട് രസിക്കുവാൻ 24 hours ചാനലുകൾ തുറന്നു വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രൂശിതനായ ക്രിസ്തുവിനെ നിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിന്നെ ശുദ്ധം ചെയ്തു മായ്ക്കിയത് ആര്? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഇതിൻ്റെയൊക്കെ മുൻപിൽ പോയിരുന്ന് സമയം കളയാനുള്ളവരല്ല നാം. മുഴങ്കാലിലിരുന്ന് ആത്മാവിൽ പോരാടി അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് ജയം പ്രാപിപ്പാനായി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറ, പിശാചിന്റെ വേസ്റ്റ് ഇടാനുള്ള കൊട്ടയല്ലിത്, ദൈവത്തിന്റെ മന്ദിരമായത്. പ്രൈസ് ദി ലോർഡ്. കേൾക്കരുതാത്തത് കേൾക്കാനിടയാകാതെ, കാണരുതാത്തത് കാണാനിടയാകാതെ, സ്തോത്രം, ലോകത്തിൻ്റെ സ്പർശന സുഖം വേണ്ട എന്ന് വെക്കുവാൻ ഈ ലോകത്തിൻ്റെ സകല അവസ്ഥകളിലും നമ്മെ തന്നെ ക്രൂശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനിടയായി തീരണം. ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് രാത്രി എനിക്ക് വ്യക്തമായിട്ടറിയാം, നിങ്ങൾക്കൊത്തിരി ആത്മാവിൽ ഒരുപക്ഷെ സന്തോഷിക്കുവാനോ കൈയടിക്കുവാനോ കഴിയാത്ത മേഖലയാ. പക്ഷേ ഈ രാത്രി ഞാൻ വ്യക്തമായി പറയാം, ജയജീവിതം ചെയ്യാതെ നാം കൈയടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജഡത്തെ ക്രൂശിക്കാതെ നാം കുറെ ബാഹ്യമായ ഉപരിപ്ലവമായ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി യഥാർത്ഥമായി അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് ജയം പ്രാപിച്ച് ആത്മാവിൽ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവമക്കൾക്കിടയായി തീരണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്യണം?
ജയിക്കണം, നാം അതിനെ കീഴടക്കണം. അതിന്മേൽ നമുക്ക് യഥാർത്ഥമായൊരു ജയം ഘോഷിപ്പാനായിട്ട് ഇടയായി തീരണം. നമ്മുടെ അവയവങ്ങളെപ്പോഴും പിശാച് പലപ്പോഴും അനീതിയുടെ അവയവങ്ങളാക്കി തീർക്കുവാനായി വാദിക്കുന്ന മേഖലകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് നാം ബോധപൂർവം മനസ്സിലാക്കി ആത്മാവിൽ ജയാളിയായി നിൽക്കുവാനായിട്ട് നമുക്കിടയായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി അവൻ ചുറ്റി നടക്കുകയാ. ഈ ദിവസങ്ങളിൽ ആമേൻ അവൻ്റെ തന്ത്രങ്ങളെ ദൂരവേ തിരിച്ചറിഞ്ഞിട്ട് ആമേൻ നമുക്കൊരു ജയജീവിതം ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. അടുത്ത ഭാഗം പറയുന്നു, പിന്നെ സ്ഥിരത. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമതായിട്ട് ദൈവവചനത്തിൽ കാണുന്നു, കുരുടനല്ലാതെ ആകണമെങ്കിൽ അവൻ എന്ത് വേണം? സ്ഥിരത വേണം. ദൈവവചനം വ്യക്തമായി പറയുന്നു, ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരനായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇറങ്ങിത്തിരിച്ച സ്വർഗീയ പ്രമാണം പോലും സത്യമാണെന്ന് അറിയാൻ കഴിയാതെ, അതിവിശുദ്ധ വിശ്വാസം മുറുകെ പിടിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജനം വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുടെ നടുവിൽ പോലുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നീ വിളിച്ചു പറ, ജീവനെങ്കിൽ ജീവൻ കൊടുക്കേണ്ടി വന്നാലും സ്ഥിരമായി നിൽക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ വചനത്തിന്റെ ആഴം മനസ്സിലാക്കി ദൈവിക പ്രമാണത്തിനകത്ത് വില കൊടുത്ത് നിൽക്കുവാൻ വെളിപ്പാട് പ്രാപിച്ച ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. കാറ്റിനാൽ ഉലയുന്ന വഞ്ചിയെ പോലെ ഉലഞ്ഞു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് പടിയുവാനായി, അടിസ്ഥാനമുള്ളവരായി നിൽക്കുവാനായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാ. ആമേ, അതാണോ ശരി, ഇതാണോ ശരി? ഉപദേശത്തിന്റെ കാറ്റിനാൽ ഉഴലുന്ന ദൈവത്തിന് സ്തോത്രം ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ആടിപ്പോകാനിടയാകരുത്. നൂതന ഉപദേശങ്ങൾ പലതും നിന്റെ കാതിൽ കേൾക്കുന്ന ഈ കാലങ്ങളിൽ ആത്മാവിൽ നീ മുറുകെ പിടിച്ചോണം. ആമേ, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പറയുന്ന ഉപദേശമല്ല നിനക്ക് വലുത്, ദൈവവചനത്തിന്റെ പ്രമാണം. ആമേ, അത് ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിക്കാനിടയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും, കർത്താവ് കാൽവറിയിൽ നമുക്കെല്ലാം ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നമുക്ക് ആഘോഷിക്കാമെന്ന് പറയുന്ന ഒത്തിരി നൂതന ഉപദേശങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് കാൽവറിയിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള സത്യമാ. എന്നാൽ പൗലോസ് അതിനു മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയല്ല, അതിന് ശേഷം ജീവിച്ച വ്യക്തിയാ. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ യാതൊരു കഷ്ടവും വരുവാൻ, അങ്ങനെ ഒരു ആ പ്രമാണമനുസരിച്ച് യാതൊരു കഷ്ടവും വരുവാൻ ഇടയാകയില്ലായിരുന്നു. എന്നാൽ അനവധി കഷ്ടങ്ങളിലൂടെ, തീച്ചൂളയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ, കാരാഗ്രഹത്തിലൂടെ, അടിയിലൂടെ, നിന്ദകളിലൂടെ ഭക്തൻ കടന്നുപോയെങ്കിൽ കാൽവറിയിൽ എല്ലാം സാധിപ്പിച്ചു എന്ന് പറയുന്നത് രണ്ട് കൈയും വിട്ട് ജീവിക്കാനല്ല, ആമേൻ, ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ശക്തരായി നിൽക്കാനാണ്. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഇളകിപ്പോകുന്ന അസ്ഥിരന്മാരെ അല്ല ദൈവത്തിന് ആവശ്യം. സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന സ്ഥിരതയുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഉറച്ചു നിന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഇന്ന് രാത്രി ഉപദേശത്തിന് വേണ്ടി വില കൊടുക്കുവാൻ തീരുമാനമെടുത്ത ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. സ്നാനപ്പെടേണ്ട, മറ്റൊന്നും വേണ്ട, ആമേൻ, തിരുമേശയിൽ പങ്കാളിയാകാമെന്നൊക്കെ പഠിപ്പിക്കുന്ന നൂതന ഉപദേശങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ഇളകിപ്പോകരുത്, ഉലഞ്ഞു പോകരുത്. ഇതിനേക്കാൾ വലിയ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്ന കാലത്തിലേക്കാണ് നാം നീങ്ങുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇഷ്ടം പോലെ ഉപദേശങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ഒരു കാര്യം ദൈവജനത്തോട് വ്യക്തമായി പറയാം, ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും സിലബസ് മാറ്റിയിട്ടുണ്ട്, എല്ലാ സ്കൂളിന്റെയും പാഠ്യപദ്ധതി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ലോക സ്ഥാപനത്തിനു മുമ്പ് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ സിലബസ് കാലോചിതമായി മാറ്റുവാനുള്ളതല്ല, അത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത്. ഇത് എടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞോണം, ഞങ്ങൾ അസ്ഥിരന്മാരല്ല, ഞങ്ങൾ സ്ഥിരമായി നിന്ന് ദൈവ പ്രവൃത്തി കാണും.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അബദ്ധങ്ങൾ പഠിപ്പിക്കുന്ന ലോകത്തിൽ ഇന്ന് രാത്രി ഉറച്ചു നിന്നാൽ വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉപദേശത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, ദൈവിക പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ, സ്ഥിരമായി നിൽക്കുവാൻ, അസ്ഥിരരായി നിൽക്കാതെ ഉറച്ചു നിൽക്കുവാൻ, ആമേ കാറ്റിനാലുലയുന്ന വഞ്ചിയെ പോലെ ആടിപ്പോകാതെ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരായി തീരാതെ പ്രമാണത്തിന് വേണ്ടി മുറുകെ പിടിക്കുവാൻ, ആമേ ദൈവിക കൽപ്പനകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗം സ്ഥിരതയോട് ഭക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എവിടെ നോക്കിയാലും ഭക്തിയുടെ ഒരു ലോകമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇന്ന് എന്തുണ്ട്? ഭക്തിയുണ്ട്. ഭക്തി ഇല്ലാത്തവർ, ഭക്തി ഇച്ചിരി കൂടിയൊരു സമയമാണ് ഇപ്പം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമൊക്കെ ഇന്ന് ഒത്തിരി വിവിധ നിലകളിലാണെങ്കിലും എല്ലാവർക്കും വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും നിലകളിൽ വിശ്വാസമുള്ളവരാ, ഭക്തിയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവവചനം പറയുന്നു, ആമേ, യഥാർത്ഥമായ ഭക്തി, കർത്താവിനോടുള്ള ആ സ്നേഹം, ആ ഭക്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി എന്ത് ചെയ്യരുത്? കെടുത്തിക്കളയരുത്. അപ്പം ഭക്തിക്ക് എന്തുണ്ട്? ഭക്തിക്ക് വേഷം ഉണ്ടോ? ഉണ്ടെന്നാ ദൈവവചനം പറയുന്നത്. നമുക്ക് പിന്നെ ഇപ്പം വേഷമൊന്നുമില്ലല്ലോ, എല്ലാം വേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഭക്തിക്ക് എന്തുണ്ട്? യോഗ്യമായ വേഷമുണ്ട്. ഈ യോഗ്യമല്ലാത്ത വേഷം കെട്ടുന്നത് ശരിയായ ഭക്തിയാണോ? ആണോ? ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തരെ കുറിച്ച് പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന, അവന് സുബോധമില്ലായിരുന്നു. അവിടെ പറയുന്നുണ്ട്, കല്ലറകളിലാണ് പാർപ്പ്, അവന് വസ്ത്രം ധരിക്കത്തില്ലായിരുന്നു അവർ. അപ്പം ശരിയായ നിലയിൽ വസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? സുബോധമില്ലെന്ന്. കൈ കിട്ടിയത് എന്ത് വിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാലമായി ഇപ്പം. സഭായോഗത്തിന് വരുന്നതിന് ഒരു വ്യത്യാസമൊന്നും ഇല്ല. ഇന്നാള് സഭായോഗത്തിനൊരു പയ്യൻ വന്നപ്പം പാസ്റ്റർ ചോദിച്ചു, ഒരു പാൻ്റെ തന്നെ ഒരു 150 പോക്കറ്റുണ്ട്. അപ്പം പാസ്റ്റർ ചോദിച്ചു, ഇതെന്താ വട ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിൻ്റെ പേരെന്തുവാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിൻ്റെ പേര് കാർഗോ എന്നാന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഒരു കണ്ടെയ്നറിലെ മൊത്തം ഇതിനകത്ത് കയറുമെന്ന്. അതിനായി 150 പോക്കറ്റ്. മക്കളെ, കൈ കിട്ടിയതെല്ലാം ഇട്ടുകൊണ്ട് വരരുത്. ഭക്തിക്കൊരു വേഷമുണ്ട്. ദൈവമക്കൾക്ക് യോഗ്യമായൊരു നടപ്പുണ്ട്. കണ്ടാൽ ഒരു ദൈവവൈതലാന്ന് അറിയപ്പെടുന്ന നിലയിൽ മാന്യമായ വസ്ത്രം ധരിക്കാൻ ദൈവമക്കൾക്കിടയാകണം. ദാനം കിട്ടിയതെല്ലാം ഇട്ടുകൊണ്ട് നടക്കരുത്. യോഗ്യമാണോ എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാവും? ധരിക്കാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാടോടുമ്പം നടുവേ ഓടാനുള്ളവരല്ല നാം, അതിനെതിരെ നിൽക്കാനുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ഈ നിങ്ങൾ ഈ തോടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ, പണ്ടത്തെ കാലത്ത് ഈ മീൻ പിടിക്കാനായിട്ടൊരു കാര്യം ചെയ്യുമായിരുന്നു. നഞ്ചെന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ അരി ഇങ്ങനെ എടുത്തിട്ട് അത് അരച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കും. കലക്കി കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഈ മീനെല്ലാം എന്ത് ചെയ്യും? മയങ്ങും. നിങ്ങൾ ഈ തോടുകളിൽ ചെന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, വെള്ളം താഴോട്ടൊഴുകും. മീൻ എപ്പോഴും എതിർദിശയിലോട്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ? അതോ വെള്ളത്തിൻ്റെ കൂടാണോ? ശ്രദ്ധിച്ചിട്ടില്ലേ? വെള്ളം ഏത് ദിശയിലേക്ക് ഒഴുകുന്നോ എതിർദിശയിലേക്കായിരിക്കും എപ്പോഴും മീൻ നിൽക്കുന്നത്. പക്ഷേ ഈ നഞ്ച് കലക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ കൂടായത്. വെള്ളം എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ഒഴുകും. കാരണം അകത്തെ ജീവൻ അങ്ങ് പോയി. ലോകത്തിൻ്റെ നഞ്ച് അകത്ത് കയറി കഴിഞ്ഞത് കൊണ്ട് അതിൻ്റെ ഒഴുക്കിപ്പെട്ട് എന്ത് ചെയ്യുക? ഒഴുകുക. ഞാൻ ഒരു കാര്യം പറയാം, അധികം താമസിക്കുന്നതിന് മുമ്പേ കലയ്ക്കവൻ്റെ കൂടക്കകത്താകുന്നേ. നിന്റെ ആയുസ്സിന് അവൻ വില പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പൈതലേ, നീ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് മാതാപിതാക്കളുടെ താല്പര്യത്തിലല്ല, സർവശക്തന്റെ മുൻനിർണയത്തിലാണ്. ഇത് ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്നത്.
ഹല്ലേലൂയ. ഇതിന്റെ വില അറിയാവുന്ന ദൈവപൈതൽ ഇന്ന് രാത്രി നീ വിളിച്ചു പറ, ഇത് കെട്ടിയൊരുക്കി നടക്കാനുള്ള കെട്ടുരുപ്പടിയല്ല, ഇത് ദൈവത്തിന്റെ മന്ദിരമായത്. പ്രൈസലോ, പ്രൈസലോ. ഇതിൻ്റെയൊക്കെ വില നമുക്കറിയാമോ? പ്രൈസലോ. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ആയിട്ട് ആൾ തയ്യാറായാൽ കൂടി 50 ലക്ഷത്തിലധികം രൂപയാകും സർജറിക്ക് വേണ്ടി. ബോഡി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ സക്സസ് ആയാൽ കൂടി മാസങ്ങൾ ഈ പേഷ്യൻ്റ് ഐസൊലേറ്റഡ് റൂമിൽ ഒറ്റയ്ക്ക് പാർക്കണം. മറ്റ് പുറത്തുനിന്ന് ആരുടെയും സഹകരണം അവിടെ പറ്റത്തില്ല. ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള വലിയ ക്രമീകരണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ അവയവം ഒന്ന് മാറ്റി വയ്ക്കാൻ കോടികൾ വേണം. ഒരു കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ പൈതലെ, സുരക്ഷിതമായി നിന്റെ ശരീരത്തിനകത്ത് ഇത് വെച്ചിരിക്കുന്നത് ഇഷ്ടത്തിന് കൊണ്ട് നടക്കാനല്ല, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ വില തിരിച്ചറിയുന്നത് പൈതൽ ആത്മാവിൽ വിളിച്ചു പറഞ്ഞോണം, എൻ്റെ ഭക്തിക്ക് ചേരാത്ത ഒരു വേഷം എനിക്ക് വേണ്ട, ദൈവകൃപയ്ക്ക് ചേരാത്ത ഒരു നടപ്പ് എനിക്ക് വേണ്ട, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു വെളിപ്പാട് ദൈവജനത്തിൻ്റെ അകത്തുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായ ഭക്തി, ആമേൻ, നടക്കേണ്ടുന്ന വഴിയിൽ നടക്കുവാൻ ആഴമായ ദൈവസ്നേഹം, ദൈവമക്കളെ പുറത്ത് കാണിക്കുന്ന ബാഹ്യമായ ചിലതല്ല ഭക്തി. നിന്റെ അകത്തുനിന്ന് ആ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെട്ട് വരണം. ദൈവത്തിന് സ്തോത്രം. പത്മോസിൻ്റെ ഏകാന്തതയിലും കർത്തൃദിവസം ആത്മവിവശനായതുപോലെ ആരും കാണാനില്ലെങ്കിലും പാസ്റ്റർ നോട്ടം എൻ്റെ മേലില്ലെങ്കിലും എൻ്റെ ഭക്തിക്ക് യാതൊരു കോട്ടവും വരികില്ല എന്ന് പറഞ്ഞ് നിന്റെ രഹസ്യ ജീവിതത്തിലും പരമാർത്ഥതയോടെ കർത്താവിനെ പിൻപറ്റുന്ന ഒരു ജയാളിയായിരിക്കാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, രഹസ്യ ജീവിതത്തിൽ ഭക്തി ഉണ്ടോ? പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാതെ ഓടി മറയുവാൻ യോസഫിനെ പോലെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ പ്രമാണമുണ്ടോ? ലോകം പറഞ്ഞു ഭക്തനായതുകൊണ്ട് കിട്ടിയത് കാരാഗ്രഹമാ. പക്ഷെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴും യോസഫിന് പറയാനുണ്ട്, പാപം ചെയ്തിട്ട് കൊട്ടാരത്തിലിരിക്കുന്നതിനേക്കാൾ നല്ലത് ആമേൻ വിശുദ്ധിക്ക് വേണ്ടി നിന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്നതാ. ദൈവത്തിൻ്റെ പൈതലേ, ഒരു കാര്യം നീ ഓർത്തോണം, ഇന്ന് നിന്റെ മുമ്പിൽ കാരാഗ്രഹം ഒരുങ്ങി നിന്നാലും ആമേൻ പാപത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ നീ ഓടി മറഞ്ഞവനാണെങ്കിൽ, ഭക്തിക്ക് വേണ്ടി നിന്നവനാണെങ്കിൽ, നിശ്ചയമായും നിന്നോടുള്ള സ്വപ്നത്തിന്റെ പൂർത്തി എന്ന വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ടെന്ന്, ഇന്ന് രാത്രി വാഗ്ദത്തം നിറവേറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. എന്തിനാ നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നതെന്ന് ഇയ്യോബിനോട് തന്റെ ഭാര്യ പോലും ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ഒരു മറുപടി കൊടുക്കാനുണ്ടായിരുന്നു. അവന്റെ മുൻകാലത്തേക്കാൾ അവന്റെ പിൻകാലമേറ്റം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തുവെന്ന് ദൈവവചനം നാം കാണുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ, ഭക്തി മുറുകെ പിടിക്ക്, നിന്റെ പിൻതലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭക്തിയോടിരിക്കും ഒരു പ്രതിഫലമുണ്ട്, അത് വെളിപ്പെട്ട് വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആ ഭക്തിയെ മുറുകെ പിടിക്കുവാനായിട്ട് വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറരുത്. ബന്ധങ്ങൾ പലതും നിന്നെ പുറകോട്ട് വലിച്ചാലും, രക്തബന്ധങ്ങൾ ഉപദേശത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും അകറ്റിക്കളയുവാനായി നിന്നെ പ്രലോഭിപ്പിച്ചാലും, ആത്മാവിൽ ദൈവസഭ വിളിച്ചു പറയട്ടെ, ലോകത്തിന്റെ തത്വങ്ങൾക്കും അവസരങ്ങൾക്കും ഇഷ്ടത്തിനും അനുസരിച്ച് മാറിക്കൊടുക്കാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ, ആഴമേറിയ ഭക്തിയുടെ ആഴം വെളിപ്പെടുത്തുവാനായി, കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാനായി നമുക്കിടയാകണം. ഇല്ലെങ്കിൽ അവന്റെ പേര് പുതിയ നിയമസഭ പറയുന്നു, തിരുവചനം വ്യക്തമാക്കുന്നു, അവൻ ആരാ? കുരുടനാണ്. കുരുടനെ ദൈവസഭയ്ക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. കാഴ്ചപ്പാടും ഭംഗിയവനെ ദൈവസഭയ്ക്ക് അലങ്കാരമല്ല. വന്നിരിക്കാം, പക്ഷേ കണ്ണ് കണ്ട് വന്നവനെയാ ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിൽ നിൽക്കുന്നവനെയാ ദൈവത്തിന് ആവശ്യം. പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമുള്ള മാനസാന്തരമല്ല, നിലനിൽക്കുന്ന ഒരു ഫലത്തിലേക്കുള്ള ആഴമേറിയ വെളിപ്പാട്. അടുത്ത ഭാഗം പറയുന്നത് ഭക്തിയോട് സഹോദര പ്രീതി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുരുടനാകാതിരിക്കണമെങ്കിൽ നിനക്ക് എന്തും കൂടെ വേണം? സഹോദര പ്രീതി, അന്യോന്യമുള്ള ആ സന്തോഷം, ആ സ്നേഹം. ദൈവം അത് അടുത്ത വാക്യം പറയുന്നുണ്ട്, സ്നേഹം. ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് പറയാം. ദൈവത്തിന് സ്തോത്രം. ആ പരസ്പരമുള്ള സ്നേഹം.
ആമേൻ. മറ്റുള്ളവരോടുള്ള ആ കരുതൽ, ആ ദൈവസഭയോടുള്ള ആ ദൈവജനത്തോടുള്ള ആ ബന്ധങ്ങൾ, ദൈവത്തിന് സ്തോത്രം. ഇതെൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. നിന്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു സങ്കടമുണ്ടായാൽ, ഒരു കഷ്ടമുണ്ടായാൽ കൈത്താങ്ങൽ കൊടുക്കുവാൻ, പ്രാർത്ഥിച്ച് കൈത്താങ്ങൽ കൊടുക്കുവാൻ, ആത്മാവിൽ കൈത്താങ്ങൽ കൊടുക്കുവാൻ, മറ്റ് ഭൗതിക വിഷയങ്ങളിൽ കൈത്താങ്ങൽ കൊടുക്കുവാൻ, ആഴമേറിയ സ്നേഹത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനിടയാണ്. നാം ഒരു ശരീരത്തിലെ അവയവങ്ങളല്ലയോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് ചിന്തയ്ക്ക് വിടുക ആ ഭാഗം. ദൈവത്തിന് സ്തോത്രം. സമയമില്ലാത്തത് കൊണ്ട് അവസാനമായിട്ട് അവിടെ താഴോട്ട് പറയുന്നു, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാ? വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കയില്ല. ഇത്രയും കാര്യങ്ങൾ ആഴമായി നിന്റെ ഹൃദയത്തിനകത്ത് പരിവർത്തനം നടത്തി കഴിഞ്ഞാൽ നിനക്ക് ഉത്സാഹമില്ലാതിരിക്കാൻ കഴിയത്തില്ല, അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. സുവിശേഷത്തെ കുറിച്ച് നിന്റെ അകത്തൊരു കത്തലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വചനം അവിടെ പറയുന്നു, അവ ഇല്ലാത്തവനോ ആരാ? കുരുടനത്രേ. എന്നിട്ട് പറയുന്നു, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങൾ ഒരുവന്റെ അകത്തില്ലെങ്കിൽ അവനെ കുറിച്ച് പറയുന്നവൻ ആരാ? കുരുടനാണ്. അടുത്തത് പറയുന്നു, അവൻ ഹ്രസ്വദൃഷ്ടിയായി. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്നാ? എത്ര ദൃഷ്ടിയുണ്ട്? ഹ്രസ്വദൃഷ്ടിയുമുണ്ട്, കണ്ണാടിക്കടയിൽ ചെന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹ്രസ്വദൃഷ്ടിയും നോക്കും, ദീർഘദൃഷ്ടിയും നോക്കും. നമ്മുടെ കണ്ണിന് മങ്ങൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ കണ്ണാടിക്കടയിൽ ചെല്ലുമ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ദൂരെ ഒരു ബോർഡ് വെച്ചിട്ട് വായിപ്പിക്കും, അടുത്തും കൊണ്ടുവന്ന് വായിപ്പിക്കും. ഇത് വായിക്കാൻ കഴിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുക, നമുക്ക് എത്ര അകലം വരെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവവചനം പറയുന്നു, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളില്ലെങ്കിൽ അവൻ ഏത് കുഴപ്പമാണ്? ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? അടുത്തുള്ളതേ എന്ത് ചെയ്യത്തുള്ളൂ? ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവിടുത്തെ കാര്യമേ അറിയത്തുള്ളൂ. വീട്, കാറ്, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും 24 മണിക്കൂറും പ്രാർത്ഥന. നിത്യതയെക്കുറിച്ചൊരു വെളിപ്പാടൊന്നും അകത്ത് കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചൊരു ഭാരമൊന്നും അകത്തോട്ട് കയറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഭാരം നമ്മുടെ അകത്തുണ്ടായിരുന്നെ നമ്മൾ ഹൃദയപൂർവ്വം നമ്മുടെ മക്കൾ കർത്താവിൻ്റെ വേലക്കാരാകണമെന്ന് എന്ത് ചെയ്തേനെ? ആഗ്രഹിച്ചേനെ. നമ്മൾ പറയുന്നത് വലിയ സ്വഭാവത്തിൽ വലിയ ദൂഷ്യമൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ തരണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കർത്താവിൻ്റെ വേലക്കാരനാകണമെന്നുള്ള കാഴ്ചപ്പാടൊന്നും നമുക്ക് ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാമോ? നമ്മുടെ ദൃഷ്ടി എവിടാ? പറഞ്ഞേ. ഹ്രസ്വദൃഷ്ടിയ. ഈ താൽക്കാലികമായ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ നശ്വരമായ ഇവിടുത്തെ കാര്യം മാത്രമേ നമുക്കറിയാവൂ. ഇതിനപ്പുറമുള്ളതിനെ കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്നേഹിതൻ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരി, അവർ ഈ കർണാടകയിലാണ്, ദേവദാസി സമ്പ്രദായത്തിൽ ക്ഷേത്രങ്ങളിൽ അടയ്ക്കപ്പെട്ട് അങ്ങനെ ആ ജീവിതം ഹോമിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. അപ്പം ഇവർക്ക് കുഷ്ഠരോഗം ബാധിച്ച് ഇവരുടെ കൈകാലുകളുടെ വിരലുകൾ പഴുത്തറ്റുപോയി. ഇവരെ ആ ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു. തെരുവിൽ കൂടി ഭിക്ഷയാചിച്ച് നടക്കുമ്പോൾ ഒരു യോഗം നടക്കുമ്പോൾ ഈ സഹോദരി ആ ശബ്ദം കേട്ടിട്ട് അവിടെ ചെന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് അവൾക്ക് ശരിയായ നിലയിൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ആദിവാസി
വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. അവർക്ക് അവരുടെ ഭാഷയിൽ ബൈബിളൊന്നുമില്ല. പക്ഷേ ആരോ അവരോട് പറഞ്ഞു കൊടുത്തു, ആ പ്രസംഗിക്കുന്ന ഇവർ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം വരുമെന്ന്. ഇവൾ വന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ തൊഴുകൈയോടെ ഈ ദൈവദാസൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ആ ദൈവദാസൻ ഈ ദുർഗന്ധം വമിക്കുന്ന ഈ സഹോദരിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അന്ന് അവൾ സൗഖ്യമായി. 2 വർഷം കഴിഞ്ഞിട്ട് ഈ സഹോദരൻ പിന്നെ അവിടെ ചെന്നപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി മുൻപോട്ട് വന്നിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല എന്ന് പറഞ്ഞു. 2 വർഷം മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ കുഷ്ഠരോഗം ബാധിച്ച് പഴുത്ത വ്രണങ്ങളുമായി വന്ന ഒരു സ്ത്രീയെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ആ വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞത്, അവളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്, ഈ 2 വർഷത്തിനുള്ളിൽ വേദപുസ്തകം അവിടെയിലില്ല, പുത്തനാമരശലേമിനെ കുറിച്ചൊന്നും അറിയത്തുമില്ല അവൾക്ക്. പക്ഷെ അവളെ തൊട്ട് സൗഖ്യമാക്കി യേശുവിനെ കുറിച്ച് അവൾ ക്ഷേത്രങ്ങളിൽ അടയ്ക്കപ്പെട്ടിരുന്ന 200-ലധികം സഹോദരിമാരെ ഇവൾ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് ഹ്രസ്വദൃഷ്ടിയാണോ ദീർഘദൃഷ്ടിയാണോ? പറ. പ്രൈസലോ. നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടകത്ത് കയറിയതാ. ഞാൻ പറയാൻ വന്നത്, യോഗം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എൻ്റെ വീട് വരെ വരാമോ എന്ന് ചോദിച്ചു. ഈ സഹോദരൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. കൂടെ കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പം വീടെന്ന് പറയാനൊന്നുമില്ല. ഇവൾ പഞ്ചായത്തിലെ തൂപ്പ് ജോലിയൊക്കെ ചെയ്ത് 300 രൂപയാണ് ഇവൾക്ക് കിട്ടുന്നത്. അത് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി വെച്ചിരുന്നിട്ട് ഒരു കവറിനകത്ത് കുറേ നാണയങ്ങളും ചില്ലറകളും എല്ലാമായിട്ട് ഈ ദൈവദാസൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ അന്ന് വന്ന് എന്നോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സന്തോഷം അനുഭവിക്കുന്നത്. ഒരു വിദൂരമായ അങ്ങ് ദൂരെ ഒരു പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ പർവ്വതത്തിൽ അനേക കുടുംബങ്ങൾ പാർക്കുന്നുണ്ട്, അവരിതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല. എന്നെ രക്ഷിച്ച കർത്താവിനെ നീ അവിടെ കൂടെ പോയി പറയണം, വഴിച്ചെലവിനുള്ള പൈസ ആയതെന്ന് പറഞ്ഞു. 300 രൂപ ശമ്പളം കിട്ടിയ സഹോദരി ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് വെച്ചിരുന്ന 750 രൂപയുണ്ടായിരുന്നു. ഈ സഹോദരൻ ഇത് വാങ്ങിക്കാൻ മടിച്ചു. പറഞ്ഞു, നിൻ്റെ വീടിന് അല്പം പുല്ല് വാങ്ങിച്ചൊന്ന് മേയ, ഒരു ടിൻഷീറ്റ് വാങ്ങിച്ച് നിൻ്റെ വീടിനൊരു കതകുണ്ടാക്ക്, നിനക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പാ വാങ്ങിക്ക്. ഇതൊന്നും ആ വീട്ടിലില്ല. പറഞ്ഞപ്പം തിരുവചനം കയ്യിലില്ലാത്തവൾ, വായിക്കാൻ അവിടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിൾ ഇല്ലാത്തവൾ കർത്താവിൻ്റെ ദാസനോട് തിരിച്ചു പറഞ്ഞൊരു മറുപടി കേൾക്കണമോ? എൻ്റെ വീട് ഇതല്ലെന്ന്. ഇതിൻ്റെ പേരാ ദീർഘദൃഷ്ടി. നമ്മുടെയൊക്കെ വീട് നമ്മൾ പാർക്കുന്ന വീട് തന്നെ. അതിനപ്പുറത്തുള്ള വീടൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അതുകൊണ്ടല്ലേ ഓരോ വർഷവും നമ്മളങ്ങ് മോഡിഫൈ ചെയ്യുവാണല്ലോ. ഒരു സൈഡ് ഇടിക്കും, പിന്നെ അടുത്ത സൈഡ് ഇടിക്കും, നമുക്ക് പണിതാലും തീരത്തില്ല. പ്രൈസലോ, പ്രൈസലോ. ഞാൻ ഇന്നാളൊരു വീട്ടിൽ ചെന്ന് വെച്ച ഒരു വീട്, എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോഴല്ല, 1 കോടി രൂപ 10 വർഷം മുമ്പ്. പക്ഷേ ആ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി പറയുകയാണ്, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഫിനിഷിങ് ഇതുവരെയും ആയില്ലെന്ന്. 75-80 വയസ്സുള്ള ഒരു അമ്മച്ചി ആ ഫിനിഷിങ് ക്ലിയർ ആകാതെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക. ആ ഹോളിനകത്ത് തന്നെ ഇട്ട ഫാൻസി ലൈറ്റിന് മാത്രം 4 ലക്ഷം രൂപയായി, ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പ്രൈസലോ. നീ എത്ര കത്തിച്ചാലും തെളിയത്തില്ല, കാരണം ഹസ്വദൃഷ്ടിയാ. പ്രൈസലോ, പ്രൈസ്തലോ. ഇന്ന് രാത്രി നിത്യതയെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടോ? വീട് ചെറുതാണെങ്കിലും സംതൃപ്തിയോടെ ഇരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? പ്രൈസലോ. ഇന്ന് രാത്രി കർത്താവ് തന്ന ദാനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? ദൈവമക്കളെ, നമ്മുടെ വീട് ഇതല്ല. വീട് മാറ്റം അടുത്തെന്ന്. പുത്തൻ വീട്ടിലേക്കുള്ള താമസം അടുത്തു. പണി തീർന്നു കിടക്കുക, പോകാൻ സമയമായി. പ്രൈസലോ. നമ്മുടെ വീടിനെ കുറിച്ച് വല്ലതും ചിന്തയുണ്ടോ? ഉണ്ടോ? പുത്തനാമരശലേമിൽ നമുക്ക് പണിയുന്ന വീട്, ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് അവരുടെ ഭാഷയിൽ ബൈബിളില്ല, അവർക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല, പറഞ്ഞാരും കൊടുത്തിട്ടില്ല, വല്ലവരും പ്രസംഗിക്കുന്ന കേട്ട് കാണും. ഇപ്പം അവിടെ മനസ്സ് മുഴുവൻ അവിടെ വീടിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ വീടിന് പുല്ലുപോലും മേയാതെ
നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി അവളൊരു തുക മാറ്റിവെച്ചതാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമുക്കൊരു ദീർഘദൃഷ്ടി വേണം ദൈവമക്കളെ. നമ്മുടെ വീടിൻ്റെ പണി തീരാറായെന്ന്, ആ വീട്ടിലേക്കുള്ള മാറ്റം അടുത്തു എന്ന് നമ്മുടെ ഈ KR നാരായണൻ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയപ്പോൾ മലയാള പത്രങ്ങളിലെല്ലാം നമ്മുടെ ഒരാളായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ രാഷ്ട്രപതി ഭവൻ്റെ വിവരണം വന്നപ്പം അതിന് എത്ര ഇഷ്ടിക ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര മുറികളുണ്ട് എന്നെല്ലാം വളരെ വിശദമായിട്ട് വന്നായിരുന്നു. കാരണം നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിക്കാനായിട്ട് ഒത്തിരി ആ വലിയ വീടിൻ്റെ കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ കാര്യം, അങ്ങനെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പലരും ഇത്ര വലിയ വീടുകളിൽ പാർക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഈ വീടുകൾക്കൊന്നും ആമേൻ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രത്നങ്ങൾ മതിലിൻ്റെ അടിസ്ഥാനത്തിലില്ല. ഉണ്ടോ? മുകേഷ് അംബാനിയുടെ 27 നിലകളുടെ ആൾട്ടിസ് എന്ന് പറയുന്ന വീടിലും രത്നമൊക്കെ ലോക്കറിൽ കാണും, പക്ഷേ വീട്ടിലെങ്ങും വെച്ച് പരസ്യ സ്ഥലത്ത് വെച്ചിട്ടില്ല. വെക്കാനില്ലാഞ്ഞിട്ടൊന്നും അല്ല, വെച്ചാൽ ഇരിക്കത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ പുത്തനാം യെരൂശലേമിൽ നമുക്ക് പണിയുന്ന വീടിൽ, കർത്താവ് ഒരുക്കുന്ന വീട്ടിൽ മതിലിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിട്ടേക്കുന്നത് പറ? നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടാൽ 2 മുറിക്കുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട് മാറ്റം ഓർത്തെന്ത് ചെയ്യണം? നാളെയാ നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതെന്ന് നിങ്ങൾ വിചാരിച്ച് നോക്ക്. ഈ ലോകത്തിലെ കാര്യമാണ്, മറ്റേത് ഓർത്താരും പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നാളെ നിങ്ങളൊരു വലിയ വീട് വെച്ചിട്ട്, പട്ടണത്തിൽ നിങ്ങൾ വലിയൊരു വീട് വെച്ചിട്ട് നാളെ മാറാൻ പോവുക, നമ്മൾ ഈ ഇരിപ്പിരിക്കുമോ? വരത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തെല്ലാം പണിയായിരിക്കാമെന്നറിയാമോ? നമുക്ക് എങ്ങനെങ്കിലും നാളത്തെ ആ പ്രഭാതം ഒന്ന് വന്നാൽ മതി. എങ്ങനെയൊക്കെ അലങ്കരിക്കാമോ അതെല്ലാം അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ആമേൻ 12 വിധ രത്നങ്ങൾ മതിലിൻ്റെ അടിസ്ഥാനത്തിലിട്ടിരിക്കുന്ന മനോഹര വീട്ടിൽ പാർക്കുവാൻ സമയമെടുത്തു. ഞാൻ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഓർത്തു പോകും, ഈ രത്നമെല്ലാം കൂടെ മതിലിൻ്റെ അടിസ്ഥാനത്തിലിട്ടാൽ വീടെന്തവായിരിക്കും? ഞാൻ ആ ഭാഗം വായിച്ചിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, ഇവിടെ ഏറ്റവും വിലയുള്ള സാധനമായി മതിലിൻ്റെ അടിസ്ഥാനത്തിലിട്ടെന്ന് പറഞ്ഞേക്കുന്നത് രത്നങ്ങൾ. ഇനി അതിനേക്കാൾ വലുതൊന്നും പറയാനില്ല, അതുകൊണ്ട് അതവിടെ വന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. മുഖമൊക്കെ ഒന്ന് തെളിയണം. വീടുമാറ്റം അടുത്തെന്നോർത്ത് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും പത്രം എടുത്ത് കണ്ടിട്ട് വിപണി ഇടിഞ്ഞതോർത്ത് താടിക്ക് കയ്യും കൊടുത്ത് നിരാശപ്പെട്ടിരിക്കാനല്ല നിന്നെ വിളിച്ചത്. നീ പ്രത്യാശയോടെ പറയണം, ഈ ലോകത്തിൽ ഏത് വിപണി ഇടിഞ്ഞാലും ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. തീർന്നു പോകാത്ത നിക്ഷേപമുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ഇവിടെ തീരാനുള്ളവരല്ല നാം. ഹ്രസ്വദൃഷ്ടിയോടുകൂടി കാഴ്ചപ്പാടും അങ്ങ് ഇവിടെ ജീവിക്കാനുള്ളവരല്ല നാം. നിത്യതയുടെ വെളിപ്പാട് പ്രാപിക്കാനുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തിരുന്നാൽ നമുക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം നാസയിൽ സയൻറ്റിസ്റ്റ് ആയാൽ കൂടി നമ്മുടെ മക്കൾക്ക് ഇനി 10 കോടി മാസം കിട്ടിയാലും മുഴി ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിനെ നേടുന്നതിന് തുല്യമാകുമോ? ആകുമോ? ഈ ഒരു വെളിപ്പാടിലേക്ക് നാം കടന്നു വരണം. നിത്യതയുടെ കനമേറിയ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടാകണം. കാഴ്ചപ്പാടുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്കിടയായി തീരണം. ദൈവത്തിൻ്റെ സ്തോത്രം. സമയം കടന്നു പോകുന്നു. ഇന്ന് രാത്രി ഞാൻ ആ ഒരു ഭാഗം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കുരുടനെക്കുറിച്ച് മാത്രമേ പകലും രാത്രിയിലുമായിട്ട് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇനി ഒത്തിരി പേരുണ്ട്. മുടന്തനുണ്ട്, പതിമൂക്കനുണ്ട്, അധികാംഗനുണ്ട്, കാലൊടിഞ്ഞവനുണ്ട്, കൈയൊടിഞ്ഞവനുണ്ട്, പൊരിച്ചുണങ്ങനുണ്ട്, മുണ്ടനുണ്ട്, ഷണ്ണനുണ്ട്. ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം കൂടെ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് രാത്രി എല്ലാം കേട്ടില്ലേലും കാഴ്ചപ്പാടുള്ളവരായിട്ട് ഇവിടുന്ന് പോകണം. വെളിപ്പാട് പ്രാപിച്ച് ഇവിടുന്ന് പോകണം. നിത്യതയുടെ ദർശനം പ്രാപിച്ച് ഇവിടുന്ന് പോകണം. ആത്മാവിൽ ജീവിപ്പാൻ ഒരു തീരുമാനമെടുക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനാകുന്നു, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാകുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ദീർഘദൃഷ്ടിയോടെ ജീവിക്കാം.
കാഴ്ചപ്പാടുള്ളവരായി ജീവിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണു തുറന്നവരായി, ജയജീവിതം ചെയ്തവരായി ദേശത്ത് മാതൃകയോടെ ജീവിപ്പാൻ ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി പഴയ നിയമം വ്യക്തമാക്കുന്നു, കുരുടനാലയത്തിൽ വരരുത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ബാഹ്യമായ നേത്രങ്ങൾക്ക് കാഴ്ച മങ്ങിയ ഒരുവനെ അകത്ത് കയറ്റരുതെന്ന് പറയാൻ നിയമമില്ല. എന്നാൽ അകക്കണ്ണു മങ്ങിയവന് ഓർക്കുക, വലിയ അപകടത്തിലൂടെ കടന്നു പോകുന്നത്. നമുക്കൊരു ജയജീവിതം ചെയ്യുവാനായി, കാഴ്ചപ്പാടുള്ള ഒരു ജീവിതം നയിപ്പാനായി, ആത്മാവിൽ ജീവിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവസരമൊരുക്കിയ ദൈവദാസനും ദൈവസഭയ്ക്കും വന്ദനം അറിയിക്കുന്നു. വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഈ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായി, കാലഘട്ടത്തെ ജയിക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് വെച്ചിരിക്കുന്ന വളരെ 4 വിരൽ നീളമുള്ള ക്ഷണികമായ ഈ ലോകത്തിലെ അതിനെ ഹ്രസ്വദൃഷ്ടിയോടെ കണ്ടുപിടുത്തത് മാത്രം ചിന്തിച്ച് ജീവിക്കാതെ ദീർഘദൃഷ്ടിയോടെ നോക്കി നിത്യതയെ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് യുഗായുഗമുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ആത്മാവിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദിവസയുടെ ക്ഷണം സ്വീകരിച്ച് ഈ പകൽക്കാലം കടന്ന് ഈ പകൽക്കാലവും രാത്രികാലവും അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ ദാസൻ ദിവസയുടെ പേരിൽ വ്യക്തിയാണ് നന്ദിയിരിക്കും. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം ഉണ്ടാക്കാം. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ അഞ്ചാമത്തെ സെക്ഷൻ രാത്രികാലവും ദിവസത്തിലായിരിക്കാൻ, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ, വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് തൻ്റെ വലിയ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ അയച്ച് പരിശുദ്ധ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമായ ശബ്ദങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. പഴയ നിയമത്തിൽ ശരീരത്തിൽ കുരുടനായവൻ, ഹല്ലേലൂയ മുടന്തനായവൻ, ഹല്ലേലൂയ ഇത്യാദി പറയുന്നവരാരും ആലയത്തിൽ കടക്കരുത് എന്ന് വചനത്തിൽ അനുശാസിക്കുമ്പോൾ, വിശേഷാൽ അഹരോന്റെ സന്തതികൾ യാഗാർപ്പണത്തിന് വേണ്ടി കടന്നു വരരുത് എന്ന് സർവശക്തൻ ശാസിക്കുമ്പോൾ, ഹല്ലേലൂയ അതിൻ്റെ ആത്മീയ തലം എന്തെന്ന് പരിശുദ്ധ ആത്മാവ് നമ്മെ ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ ശരീരത്തിലെ കുരുട അവസ്ഥയല്ല, ഹല്ലേലൂയ ആത്മമണ്ഡലങ്ങളെ ഹ്രസ്വദൃഷ്ടിയും അതുപോലെ ദീർഘദൃഷ്ടി നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, കുരുടാവസ്ഥ എന്തെന്ന് പരിശുദ്ധ ആത്മാവിൻ്റെ പകൽക്കാലവും രാത്രികാലവും അക്കമിട്ട് നമ്മെ ഓർപ്പാനിടയായല്ലോ. നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണമെന്ന്, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണമെന്ന്, ഹല്ലേലൂയ അതിനോട് സ്ഥിരത കൂട്ടണമെന്ന്, സഹോദരപ്രീതി കൂട്ടണമെന്ന്, സ്നേഹം വർദ്ധിപ്പിക്കണമെന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പാനിടയായല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ഒരു ഹ്രസ്വദൃഷ്ടിയുടെ അനുഭവത്തിലല്ല, ഒരു കണ്ണുകുരുടായ ഒരു അനുഭവത്തിലല്ല, നിത്യതയുടെ കാഴ്ചപ്പാട് പ്രാപിച്ചവരായി ആത്മാവിൽ നിൽക്കേണ്ടതിനായി ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ വചനത്തിൽ കിടക്കുന്നത് നാം ഈ ലോകത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ, ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ ശേഷം മനുഷ്യരെക്കാൾ നമ്മൾ അരിഷ്ടന്മാരാ. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയല്ല, ഒരു നിത്യതയുടെ പ്രത്യാശ നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെടണതിന് ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതുപോലെ ഹല്ലേലൂയ കിഴക്ക് കണ്ട നക്ഷത്രം കണ്ടിറങ്ങിയ വിദ്വാൻമാർ ഹല്ലേലൂയ യാത്രയിൽ അവർ കൊട്ടാരം കണ്ടപ്പോൾ അവർ നക്ഷത്ര ദർശനം മറക്കാനിടയായി. ഹല്ലേലൂയ അതുകൊണ്ട് അവർ കൊട്ടാരത്തിൽ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ കൊട്ടാരത്തിൽ എന്ന് ചിന്തിച്ച് ഹ്രസ്വദൃഷ്ടിയാൽ അവർ കൊട്ടാരത്തിൽ കയറിയത് കൊണ്ട് റാമയിൽ ഞാൻ ഒരു കരച്ചിൽ കേൾക്കുന്നു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നുവെന്നുള്ള ഇരമ്യാ പ്രവാചകന്റെ പ്രവചനം നിവർത്തിയാകാനിടയായി. ഹല്ലേലൂയ നക്ഷത്ര ദർശനം കണ്ടിറങ്ങിയവ ഒരു കൂട്ടർ നക്ഷത്ര ദർശനം വിട്ടുകളഞ്ഞ് കൊട്ടാരത്തിന്റെ ദർശനത്തിലേക്ക് പോയപ്പോ ഒരു തലമുറ പട്ടുപോകാനിടയായി. ദൈവവൈതലെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചത് ആ ദീർഘദൃഷ്ടി നഷ്ടപ്പെട്ട നിത്യതയുടെ കാഴ്ചപ്പാട് ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടാൽ, ഈ ഭൗതികതയ്ക്ക് വേണ്ടി ലോകത്തിന്റെ മോഹത്തിന് വേണ്ടി ഓടിയാൽ, കൊട്ടാരത്തിന്റെ ദർശനത്തിന് പിന്നാലെ ഓടിയാൽ ഒരു തലമുറ റാമയിൽ ഞാൻ ഒരു കരച്ചിൽ കേൾക്കുന്നു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു തലമുറയെ ഓർത്ത് കരയേണ്ടി ഒരു അനുഭവം വരും. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ തിരിഞ്ഞിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിത്യതയുടെ കാഴ്ചപ്പാട് വെളിപ്പെടാൻ ഒരു സ്തോത്രം ഇന്ന് രാത്രികാലം കേൾക്കുന്നില്ലല്ലോ. ഈ ലോകത്തിൽ എനിക്ക് നിനക്കും എന്തുണ്ടെങ്കിലും, എന്തൊക്കെ സ്ഥാനമുണ്ടെങ്കിലും, എന്തൊക്കെ മാനമുണ്ടെങ്കിലും, മൂക്കിലെ ശ്വാസം നഷ്ടപ്പെടുമ്പോ അതോടുകൂടെ സകലതും അവസാനിക്കും. ശ്രദ്ധിക്കണം ദൈവവചനം, ഈ ലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നവരല്ല, ഈ ലോകത്തിൽ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നവരുമല്ല. ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ വിട്ടൊഴിഞ്ഞവരായി ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകം വിട്ടുപോകേണ്ടവരാ. ആ നിത്യതയിൽ ചെല്ലുമ്പോൾ ഒരു ഭക്തൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ അനേക അഭിഷക്തന്മാർ അനേകായിരം നെൽക്കറ്റകളുമായി വരുമ്പോ ഒരു നെന്മണിയുമായിട്ടെങ്കിലും നിന്റെ സന്നിധി വരാൻ, ഒരാത്മാവിനെങ്കിലും നിനക്ക് വേണ്ടി നേടാനുള്ള ഭാഗ്യം. പൗലോസിനെ പോലൊരു ദീർഘദർശനം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ
പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവൻ്റെ വരവിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്കും തന്നെ. ആ ഭക്തന്റെ ദീർഘദർശനം വലുതാ. ഇവിടെ പടഞ്ഞു മരിക്കേണ്ടി വന്നാലും, ഇവിടെ പാനീയാഗമായി ഒഴിക്കേണ്ടി വന്നാലും, എനിക്കൊന്നറിയാം, എനിക്കായി ഒരു കിരീടം പിടിച്ചുകൊണ്ട് എൻ്റെ ആത്മമണവാളൻ എന്നെ കാത്തിരിപ്പുണ്ട്. ആ ഒരു ദർശനം നമ്മുടെ ഉള്ളിൽ വരട്ടെ ദൈവത്തിലെ. അല്ല, വേർപാട് പാലിക്കേണ്ട മണ്ഡലങ്ങളിൽ വേർപാട് പാലിപ്പാൻ, വിശുദ്ധിയോടെ ജീവിക്കേണ്ട മണ്ഡലങ്ങളിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തിയുടെ വേഷം കെട്ടുകയല്ല, യഥാർത്ഥ ഭക്തിയുടെ വേഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമ്മെ തന്നെ നമുക്ക് ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കാം. വചനം സംസാരിപ്പാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസമായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ കെ എം ജോസ് സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുമല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഘോഷിപ്പാൻ ദാസനെ കരകെടുത്തിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുരുടൻ ഹല്ലേലൂയ ഭോജനയാഗം അർപ്പിക്കുവാൻ അഗരോൻ്റെ പുത്രനായാലും ഹല്ലേലൂയ അടുത്ത് വരരുതെന്ന് ദൈവത്തിൻ്റെ വചനമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുരുടൻ പുതിയ നിയമത്തിൽ ആരാണെന്ന് ഇന്ന് പകൽ സമയം ഹല്ലേലൂയ രാത്രിയിലും ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ വീര്യവും, ഹല്ലേലൂയ വീര്യത്തോടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഹല്ലേലൂയ ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരോഗ്യമുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ചന്ദ്രക്ക് മേശക്ക് അത് അബേദ്ഗോവിനെ പോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ പൗലോസിനെ പോലെ ആരോഗ്യമുള്ള ഹല്ലേലൂയ വിശ്വാസം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമേ. വിശ്വാസികളായിരിക്കാൻ ഇടയാക്കണമേ. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോട് വീര്യം കൂട്ടുവാൻ, വീര്യത്തോട് ഹല്ലേലൂയ, ഹല്ലേലൂയ പരിജ്ഞാനം കൂട്ടുവാൻ, ദൈവ പരിജ്ഞാനം ഹല്ലേലൂയ പ്രാപിച്ച് പരിജ്ഞാനപ്രകാരം മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ദ്രിയ ജയം ഹല്ലേലൂയ ഉള്ളവരായിരിക്കാൻ ഇടയാക്കണമേ. പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ഹല്ലേലൂയ, ഹല്ലേലൂയ കൺട്രോളുള്ളവരായി, നിയന്ത്രണമുള്ളവരായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഇന്ദ്രിയമുള്ളവരായി മുന്നേറുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്ഥിരതയുള്ളവരായിരിക്കുവാൻ, പ്രതികൂല കാറ്റുകളുടെ മധ്യേ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉഴലുന്ന ശിശുക്കളായി തീരാതെ ഹല്ലേലൂയ സത്യ ഉപദേശത്തിൽ, പത്യ ഉപദേശത്തിൽ ഹല്ലേലൂയ സ്ഥിരതയോടെ നിൽക്കുവാൻ ഹല്ലേലൂയ സ്ഥിരത ഹല്ലേലൂയ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥിരതയോട് ഭക്തിയും ഹല്ലേലൂയ ഭക്തിയുടെ വേഷമല്ല ഹല്ലേലൂയ ഭക്തി, യഥാർത്ഥ ഭക്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുകയും ഈ ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്നവനുമാണ് യഥാർത്ഥ ഭക്തനെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഭക്തി മുറുകെ പിടിച്ചുകൊള്ളുവാൻ യോബിനെ പോലെ പരിശോധനകൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ ഹല്ലേലൂയ അതിൽ ഹല്ലേലൂയ ആടിപ്പോകാതെ ഹല്ലേലൂയ ഭക്തി ഹല്ലേലൂയ മുറുകെ പിടിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭക്തിയോടെ സഹോദര പ്രീതി വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. തമ്മിൽ സ്നേഹിക്കുവാൻ, തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുവാൻ ഹല്ലേലൂയ കരുതുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ശ്രൂഢിപ്പാൻ ഹല്ലേലൂയ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഹോദരപ്രീതിയോടെ സ്നേഹം കൂട്ടിക്കൊള്ളുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവയുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ നിഷ്ഫലന്മാരും ഉത്സാഹമില്ലാത്തവരുമായിരിക്കയില്ല എന്ന് കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഇവയില്ലാത്തവനോ കുരുടനത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദീർഘദൃഷ്ടിയുള്ളവരായി ഹല്ലേലൂയ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ഹല്ലേലൂയ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൃഷ്ടി ഹല്ലേലൂയ ദീർഘദൃഷ്ടിയുള്ളവരായിരിക്കാൻ ഇടയാക്കണമേ. ക്രിസ്തുദൃഷ്ടിയുള്ളവരായിട്ടല്ല ഹല്ലേലൂയ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല ഹല്ലേലൂയ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേം ഹല്ലേലൂയ കാണുവാൻ തക്കവണ്ണം
ഹൃദയ ഹലേലി ദീർഘദൃഷ്ടിയുള്ളവരായി ഹലേലിയ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിത്യമായത് കാണുവാൻ ദീർഘദൃഷ്ടിയുള്ളവരായിരിക്കാൻ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരുദാസനെ കരങ്ങളെടുത്തിനാല് സ്വോത്രം കർത്താവെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ, ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനമേവർക്ക് ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഹല്ലേലൂയ 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 ഈ ഹല്ലേലൂയ ഉപവാസത്തിൽ ഹല്ലേലൂയ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ. സ്തോത്രം.